അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 19:28 വാക്യം. അതിനുശേഷം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുമെന്ന് വേദപണ്ഡിതാക്കൾ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ട ക്രമീകരണം ചെയ്ത ശേഷമാണ് ഇത് പറയുന്നത്. എപ്പോഴും മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷമേ സ്വന്തം ആവശ്യങ്ങളെപ്പറ്റി യേശു ചിന്തിച്ചിരുന്നുള്ളൂ. യേശു 40 ദിവസത്തിന് ശേഷം യേശുവിന് വിശന്നു എന്നും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പറക്കഷങ്ങളെ അപ്പക്കഷങ്ങളെ മാറ്റിയിട്ട് വിശപ്പെടാനുള്ള ചിന്ത മനസ്സിലുണ്ടാക്കി എന്നും സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അതിനൊരു പരീക്ഷണമായി കരുതി യേശു തള്ളിക്കളയുകയാണ് ചെയ്തത്. പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലി പൂർണ്ണമായും നിറവേറ്റിക്കാൻ ശേഷം എന്ന് ചിന്തിക്കുന്നതിനും അടിസ്ഥാനമുണ്ട്. ക്രൂശിൽ കിടന്ന സമയം മുഴുവനും ദാഹമുണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇതുവരെയും താൻ ഏർപ്പെട്ടിരുന്ന ജോലി പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് യേശുവിന് ദാഹം അനുഭവപ്പെട്ടത്. സകലവും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് തികഞ്ഞത് എന്ന ചോദ്യം ഉയർന്നു വരാം. ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യത്തിൻ്റെ നിവൃത്തിയായിരുന്നു എന്ന് വേദപണ്ഡിതാക്കൾ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവൻ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. സങ്കീർത്തനം 69:21 വാക്യം. ഇനി ഈ മൊഴി നാം ആഴത്തിൽ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതുന്ന കാലത്ത് ഗനോസിസം എന്നറിയപ്പെടുന്ന ഒരു തരം വിജ്ഞാനവാദം പ്രബലമായിരുന്നു. ആ ചിന്താഗതി അനുസരിച്ച് വസ്തുവുമായിട്ടുള്ളതെല്ലാം ചീത്തയാണ്, ആത്മീയമായിട്ടുള്ളത് മാത്രമേ നല്ലതായിട്ടുള്ളൂ. മാത്രമല്ല ഇവ രണ്ടും പൊരുത്തപ്പെടുവാൻ സാധ്യമല്ലാത്ത രണ്ട് യഥാർത്ഥങ്ങളാണ്. യേശു യഥാർത്ഥത്തിൽ ശരീരം ധരിച്ചില്ല, മനുഷ്യരൂപത്തിൽ പ്രതിഷ്ഠപ്പെട്ടുള്ളൂ എന്ന് അവർ പഠിപ്പിച്ചു. ഈ ഉപദേശത്തെ എതിർക്ക യോഹന്നാൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. കർത്താവിൻ്റെ ജഡധാരം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് യോഹന്നാൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ ദേഹത്തെപ്പറ്റിയും യോഹന്നാൻ പറയുന്നത്. യേശു ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് സകല പീഡങ്ങളും വേദനകളും യേശു സഹിച്ചത്. ശരീരമായി തകർന്നു കഴിഞ്ഞിരുന്നു. യേശു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ അത് സ്വാഭാവികമാണ്. ക്രൂശിക്കപ്പെടുന്നവർ കുടിക്കാൻ കൊടുക്കുന്ന വീഞ്ഞിൽ വേദന അറിയാതിരിക്കാൻ വേണ്ടി മയങ്ങുന്നതിനുള്ള മരുന്ന് ചേർത്തിരിക്കും. ക്രൂശീകരണം വേദനാജനകവും നിന്ദ്യവുമായൊരു വധസമ്പ്രദായമായിരുന്നു. ക്രൂശി തറച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ അങ്ങനെ കിടന്നെന്ന് വരാം. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഞരമ്പുകളുടെ വലിവ് എത്രമാത്രമാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ വളരെ നേരം ക്രൂശി കിടക്കുമ്പോൾ കഴുകൻ മുതലായ പക്ഷികളുടെ ആക്രമണം ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ബോധരഹിതനാകുന്ന എന്തെങ്കിലും മരുന്ന് കലർത്തി കുടിക്കാൻ കൊടുക്കുന്നത് തന്നെ വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. ഇതറിഞ്ഞിട്ടും ക്രൂശിച്ച അവസരത്തിൽ കുടിപ്പാൻ കൊടുത്ത വീഞ്ഞ് യേശു സ്വീകരിച്ചില്ല. സുബോധത്തോടുകൂടിയാണ് അവസാനം വരെയും ക്രൂശിൽ കിടന്നത്. അതുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആദ്യം കുടിപ്പാൻ കൊടുത്ത വീഞ്ഞതിന് ശേഷം വീണ്ടും ആവശ്യപ്പെടുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. പിതാവ് ഏൽപ്പിച്ച ജോലി നിവർത്തിച്ച് കഴിഞ്ഞ ശേഷം ബോധ്യമായ ശേഷമാണ് യേശു കുടിപ്പാൻ ആവശ്യപ്പെടുന്നത്. യേശു തൻ്റെ ശത്രുക്കളോട് കുടിപ്പാൻ ചോദിക്കുന്നത് മനുഷ്യമായി ചിന്തിച്ചാൽ മനസ്സിലാകാൻ പ്രയാസമുണ്ട്. അവിടെ കൂടിയിരിക്കുന്നവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ സ്നേഹിതന്മാരായിട്ടുള്ളൂ. അവർ ദൂരെ മാറി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യേശുവിനെ ക്രൂശിക്കുന്നത് സഹായിച്ചവരാണ്. മരണപര്യന്തം അവരോട് പിണങ്ങിയിരിക്കുന്നതിന് യേശു അവകാശമുണ്ട്. എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യമായി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കണമെന്നായിരുന്നു. കർത്താവ് അവരോട് പൂർണ്ണമായി ക്ഷമിച്ചതിനുള്ള വ്യക്തമായ തെളിവാണ് യേശു അവരോട് കുടിപ്പാൻ ചോദിച്ചതും അത് വാങ്ങി കുടിക്കുന്നതിനും കാണുന്നത്. ശത്രുക്കളോടും ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത യേശുവിന് അവരോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നില്ല. യേശു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ ദാഹമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന വേദപണ്ഡിതാക്കളുണ്ട്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഒരു പാനപാത്രം ഒഴിഞ്ഞു കിട്ടാൻ കർത്താവ് ആഗ്രഹിച്ചു. എന്നാൽ അത് കുടിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയനാകുകയാണ് ചെയ്തത്. പിതാവ് തനിക്കായി വച്ചിരിക്കുന്ന പാനപാത്രം കുടിച്ചു തീർക്കാൻ വേണ്ടിയുള്ള ദാഹമായിരുന്നു കർത്താവിൻ്റെ ദാഹത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇതുപോലുള്ള അനുഭവത്തിൽ കൂടി കടന്നുക്കേണ്ടി വരുന്ന യേശുവിന് ശാരീരികമായ ദാഹം അനുഭവപ്പെട്ടില്ല എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. ഈ ദാഹം കൊണ്ട് തന്നെയാണ് വീഞ്ഞു വാങ്ങി യേശു കുടിച്ചത്. യേശുവിൻ്റെ ശാരീരിക ദാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ദാഹിക്കുന്ന അനേകങ്ങളുടെ സ്ഥാനത്ത് നിന്ന് കർത്താവ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ന്യായവിധിയെ സംബന്ധിച്ച് പറയുന്ന ഉപമയിൽ ദാഹത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്നുണ്ട്. അടുത്തുള്ളവരെ എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു എന്നും ഇടത്തുള്ളവരോട് എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല എന്നും കർത്താവ് പറഞ്ഞു. ഈ ചെറിയ ഒരുത്തൻ ദാഹിക്കുമ്പോഴെല്ലാം കർത്താവ് ദാഹിക്കുകയാണ്. ആവശ്യത്തിരിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഈ കരുതൽ ആദിമസഭയിൽ പ്രകടമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന മറ്റുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ആദിമസഭയിൽ അടുത്ത ലോകത്ത് സംബന്ധിച്ച ബോധ്യത്തോടൊപ്പം ഈ ലോകത്തിലെ കടപ്പാടുകളെ സംബന്ധിച്ചും ബന്ധങ്ങളെ സംബന്ധിച്ചും ബോധ്യമുണ്ടായിരുന്നു. കാലക്രമേണ ഈ ലോകത്തെ അവഗണിക്കാത്ത പ്രവണത പ്രകടമാകുകയും മധ്യ നൂറ്റാണ്ടുകളിൽ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ചെയ്തു. ശ്രദ്ധാത്മാവിലായി അങ്ങനെ മനുഷ്യർ അവഗണിക്കപ്പെട്ടു. ആത്മാക്കൾക്ക് വേണ്ടിയാണ് കർത്താവ് ദാഹിക്കുന്നതെന്ന് ചിന്തിക്കുന്ന അനേക ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ ആദ്യ നൂറ്റാണ്ടിൽ പ്രകടമായ ചിന്താഗതിയിലേക്ക് ഇന്ന് കുറെ കൂടി അടുത്തു വരുന്നു എന്നുള്ള ഒരു പരമാർത്ഥമാണ്.
മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശ് വരെയും പിതാവിനെ അനുസരിച്ചത്. അതിൽ അവൻ്റെ ആത്മാവും അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ്റെ വിശപ്പും ദാഹവും കർത്താവിൻ്റെ വിശപ്പും ദാഹവുമാണ്. അവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു.